ദാരുണമായൊരു സംഭവമാണ്. ആലപ്പുഴ കായംകുളം പുല്ലുകുളങ്ങരയിൽ മകന്റെ വെട്ടേറ്റ അച്ഛൻ കൊല്ലപ്പെട്ടു. നടരാജനാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം നടത്തിയ നവജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. അമ്മയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന് അറിയുന്നു. രഘുനാഥ് നാരായണനുണ്ട് വിശദാംശങ്ങളുമായി. രഘു, കുറച്ചു മുൻപ് നമ്മൾ ഈ വാർത്ത പറഞ്ഞപ്പോൾ തന്നെ വാർത്തയുമായി ബന്ധപ്പെട്ട് രഘു പറഞ്ഞിരുന്നു രണ്ടുപേരുടെയും നില ഗുരുതരമാണെന്ന്. ഇപ്പോൾ അച്ഛന്റെ മരണവാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അമ്മയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? സിന്ധുവിന്റെ ആരോഗ്യനിലയും മോശമാണ്. സിന്ധുവിന്റെ 2 കൈവിരലുകൾ അറ്റിട്ടുണ്ട്, മുഖത്തും പരിക്കുണ്ട്. അതുകൊണ്ട് ചോര വാർന്ന് പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ മാറ്റിയേക്കാൻ നടരാജനെ ഈ മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പരിമലയിലെ ഒരാശുപത്രിയിലേക്ക് മാറ്റുന്ന സമയത്താണ് മരിച്ചത്. വൈകുന്നേരത്തോടു കൂടിയാണ് അഭിഭാഷകനായ നവജിത്ത് വീട്ടിലെത്തി അച്ഛനെയും അമ്മയും അതിക്രൂരമായി മർദ്ദിച്ചത്. അതിന്റെ ഒരു ഫോട്ടോ നമ്മൾ നടരാജ ഫോട്ടോ നമ്മൾ കണ്ടിരുന്നു. മുഖത്ത് കണ്ണും മൂക്കും വായും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തത്ര രീതിയിൽ തലങ്ങും വിലങ്ങും വെട്ടിയിരിക്കുകയാണ്. നടരാജന്റെ കുടുംബം എന്ന് പറയുന്നത് ആ നാട്ടിലെ ഒരു അത്യാവശ്യം വലിയ സമ്പത്തൊക്കെ ഉള്ള ഒരു കുടുംബമാണ്. ഇദ്ദേഹം ഒരുപാട് നാൾ വിദേശത്തായിരുന്നു. അങ്ങനെ പണമൊക്കെ സമ്പാദിച്ച് നാട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു. നവജിത്ത് അഭിഭാഷകനാണ്. നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്ര ദാരുണമായൊരു സംഭവത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. നവജിത്തിനെ അവിടുന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ ഇയാൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ ഇവരുടെ അച്ഛന്റെയും അമ്മയുടെയും ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ഓട്ടത്തിലായിരുന്നു പോലീസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. രാവിലെയോടുകൂടി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ എന്താണ് ഇത്ര ക്രൂരമായി അച്ഛനെയും അമ്മയും മർദ്ദിക്കാൻ അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള കാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. രഘു, അഭിഭാഷകനാണല്ലോ ഈ നവജിത്ത് അപ്പോൾ ഇവിടെയല്ലേ താമസിക്കുന്നത്? മറ്റൊരു സ്ഥലത്തുനിന്ന് എത്തി ഇന്ന് സമ്പത്തിന്റെ പേരൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി അതിനുശേഷം ഉണ്ടായൊരു ആക്രമണം അത് കൊലപാതകത്തിലെത്തി എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, നവജിത്തും ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നവജിത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ കുട്ടി അവരുടെ വീട്ടിലാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ നിന്ന് തിരിച്ച് മടങ്ങിയെത്തിയാണ് ഇത്തരത്തിൽ അച്ഛനും അമ്മയെയും ക്രൂരമായി വെട്ടിയത്, മർദ്ദിച്ചത്, ആക്രമിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നവജിത്തിനെ കുറിച്ചോ അയാളുടെ വീട്ടുകാരെ കുറിച്ചോ നാട്ടുകാർക്കൊന്നും അങ്ങനെ ഒരു മോശം അഭിപ്രായമില്ല. കാരണം നവജിത്ത് നമ്മൾ നാട്ടുകാരോടൊക്കെ ചോദിച്ചു ഇയാൾ മദ്യത്തിന് അടിമയാണോ അല്ലെങ്കിൽ ലഹരിക്ക് അടിമയാണോ എന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർക്കറിയില്ല. ഒരു പക്ഷേ ഇയാൾ ലഹരിക്കോ മറ്റോ അടിമയായിരിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. പക്ഷെ നാട്ടുകാരൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ്. അച്ഛനെ ഇപ്പോൾ വെട്ടിക്കൊന്നിരിക്കുന്നു. അമ്മയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ഈ കൊലയാളിയായിട്ടുള്ള മകന്റെ ഭാര്യ ഗർഭിണിയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും രഘുനാഥ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, ഈ ആക്രമണം നടത്തിയത് എന്നുള്ള വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം.